ഹലോ നമസ്തേ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ട്രിപ്പ്. അപ്പോൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ്. കടമക്കുടി ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ പണ്ട് മുതൽ ഞങ്ങൾ മുളകുപാടുകാർ പോകുന്ന വഴിയിട്ടാണ് ഇപ്പോൾ കുറച്ച് ഫേമസ് ആയത്. നമ്മുടെ പെടല വഴി ഒരു കടത്തൊക്കെ കയറി കടമക്കുടിയിലേക്ക് എത്തുന്നൊരു വഴിയുണ്ട്. പണ്ടധികം ആരും അങ്ങനെ പോകാത്തൊരു സ്ഥലമാണ്. എന്തായാലും ആ വഴി ഒന്ന് പോയി നോക്കാം. പോയിട്ട് അവിടെ ഒരു സൺസെറ്റ്. എല്ലാ റൈഡിലും വേണമല്ലോ ടീ ബ്രേക്ക്. ഇന്നത്തെ ഐസ്ക്രീം ബ്രേക്കാ, ടീ ബ്രേക്ക് അല്ല, ഐസ്ക്രീം ബ്രേക്ക്. ബാറു ഒരു മാംഗോ ബാറും പറഞ്ഞു, എനിക്കൊരു അമേരിക്കൻ ബാർ. ഓക്കെ, ബി റെസ്പോൺസിബിൾ. ഓ അയ്യോ 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 അയ്യോ, ഞാൻ വീഡിയോ എടുക്കണ്ടല്ലോടി. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ബ്രേക്ക് കഴിഞ്ഞു. പെഴലയിൽ നിന്ന് കടമക്കുടിയിലേക്ക്. നമ്മളങ്ങനെ കടത്തിറങ്ങി കുറച്ച് മുമ്പിലേക്ക് വന്നു. കണ്ടൊക്കെ ചെറുതായിട്ട് വറ്റിച്ചിട്ടേക്കണാണ്. മറ്റേ വിഷുവിൻ്റെ കെട്ടുകലക്കൽ പരിപാടിയൊക്കെ.
എന്നിട്ട് അവിടെ നേരെ കാണുന്നൊരു നീല ഷീറ്റ് കണ്ട, അതാണ് ഫേമസ് കടമക്കുടി ഷാപ്പ്. അത് നമ്മുടെ കടത്തിറങ്ങിയിട്ട് ഒരു 1 കിലോമീറ്ററോളം വരുമ്പോഴേക്കും ഒരു വഴിയുണ്ട്. ഇവിടെ നടന്ന് വേണം പോകാനായിട്ട്. ഇങ്ങനെ നടന്ന് അവിടം വരെ പോകണം. കുറേ പേര് അങ്ങോട്ട് പോകുന്നുണ്ട്, കുറച്ച് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തായാലും നല്ല തിരക്കുണ്ട് അവിടെ. ഈ കണ്ടത്തിൽ നിറച്ച് കൊക്കും ഞാറയും എരണ്ടയൊക്കെ വന്ന് നിൽക്കണ നോക്കിയാൽ നല്ല രസമുണ്ട്. കടമക്കുടി എത്തി ഗായ്സ്. പക്ഷേ ഇതാണ് അവസ്ഥ. കടമക്കുടി ഫുള്ള് റഷാണ്. പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. എല്ലാവരും ഈ അറ്റത്തേക്ക് വരും, ഈ അറ്റത്തേക്ക് പോവും. കുത്തി നിറച്ച് വെച്ചേക്കണ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വണ്ടികൾ. കെട്ടൊക്കെ ഫുള്ള് പറ്റിച്ചിട്ട് അങ്ങനെ ഉണ്ടാ. എന്നിട്ട് ആ ഭാഗത്ത് നിറച്ച ആൾക്കാർ പോണ്ടങ്ങാട്. ആ ഭാഗത്തൊക്കെ എന്താണോ ലോട്ട്സ് ഓഫ് പീപ്പിൾസ് ആണ് പോകുന്നത് അങ്ങോട്ട്. അവിടെ എന്തായാലും ഫ്രീ കൊടുക്കണ്ട, നടന്ന് അറ്റം വരെ പോകണം, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഭാഗത്താണ് ഐസ്ക്രീം കടകൾ, ചായക്കടകൾ, പിന്നെന്താണ് ബ്രെഡ് സ്റ്റൂ. അതെ. അപ്പൊ ഇനി കഴിക്കാനുള്ള പ്ലാനാണോ മാഡത്തിന്? ആ നേരെ പോട്ടെ. ഇത് നല്ല ആംബിയൻസ് ഉള്ള ചായക്കടയാണ്. ഇവിടെ ജ്യൂസ് ബജ്ജി. പോട്ടെ അല്ല, ജ്യൂസ് ബജ്ജി ഞാൻ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാ, നിന്റെ അടുത്ത് പറഞ്ഞല്ല. ഡമ്മോ ഇത് ഇവിടെ തിരുന്നാലാ. ഇത് കൊള്ളാട്ടാ. തീരം തട്ടുകട. ഉപ്പിലിട്ട കുറേ സാധനങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ മാഡമാണല്ലോ ഇവിടെ നിന്ന് കൊതിയിടുന്നത്. കൊണ്ടേ കാണിച്ച് കൊതിപ്പിക്കൂന്നൊക്കെ. അങ്ങനെ ഞങ്ങളിവിടെ സീറ്റ് പിടിച്ചു. മാഡം വന്നപ്പോൾ തന്നെ എന്തെങ്കിലും കഴിച്ചാലും അല്ലേ? എന്താ വേണ്ടത്? അനിപ്പൊരി. എന്തായാലും നമ്മൾ വന്നത് ദിവാകരൻ്റെ ഒരു യാത്ര പറച്ചിലിന് വേണ്ടിയായിരുന്നു. ദിവാകരൻ നമ്മളെ ചതിച്ചു. ദിവാകരൻ ഈ ഏരിയ കാണാനില്ല. അത് ഓക്കെ, ഒരു ചെറിയ ഓറഞ്ച് കളറുണ്ട് അവിടെ. അല്ലാണ്ട് പുള്ളിക്കാരൻ ഇന്ന് പണി മുടക്കാണെന്ന് കുഴപ്പമില്ല. മൂടിക്കിടക്കണമെങ്കിലും അതെ, നല്ല രസമുള്ള ക്ലൈമറ്റ്, നല്ല കാറ്റുണ്ട്, നല്ല ചെള്ളമണമുണ്ട്. അവിടെ അറ്റം വരെ ഉണ്ട് പോകാനായിട്ട്, പക്ഷെ അവിടെ ഒന്നുമില്ല. വരമ്പിൽ കൂടി നടക്കുന്നത് റീൽസ് എടുക്കാനായിട്ട്. നമ്മ ബ്ലോഗ് എടുക്കാൻ വന്നുകൊണ്ട് വരമ്പിലേക്ക് പോകേണ്ട കാര്യം. ഭക്ഷണം തേടി അലയുകയാണ് ഞങ്ങൾ ഗൈസ്. അങ്ങനെ ഭക്ഷണം തേടി അലയുകയാണ്. ഓക്കെ, ഫ്രഞ്ച് ഫ്രൈസ്. അങ്ങനെ ഞങ്ങൾ 2 സർബത്ത് പറഞ്ഞു. Cheers. How is it? Nice. ഞാനൊന്ന് പേടിച്ചായിരുന്നു. അവിടെ വേറൊരു പ്ലേറ്റ് അവിടെ വെച്ചേക്കണോണ്ടേ. ഓക്കെ.
ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൈസ്, ഈ ഫ്രഞ്ച് ഫ്രൈസ് അവർക്ക് ഇഷ്ടപ്പെടില്ല. അവൾ വെറുതെ തിന്നോലെ കാണിക്കുകയാണ്, ബാക്കി ഫുള്ള് എൻ്റെ വാല കുത്തിക്കയറണത്. തൊട്ടപ്പുറത്ത് വേറൊരു കടയുണ്ട്, അവിടെ പെരിപ്പരി കിട്ടും. അപ്പം അത് വേണം അവൾക്ക്. ഗൈസ് അങ്ങനെ അപ്പുറത്തെ കടയിലെ ബില്ല് സെറ്റിൽ ചെയ്തു. ഞങ്ങൾ ഇപ്പുറത്തെ കടയിലെത്തി. അടുത്ത ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ, അപ്പുറത്ത് ഇത്തിരി ഉപ്പ് കൂടുതലായിരുന്നു അല്ലേ? ശരി. അങ്ങനെ ഉപ്പില്ലാത്ത ഫ്രൈസ് കിട്ടി ഗായ്സ്. മയണൈസും സോസും കൂടി മിക്സ് ചെയ്ത് സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ട്. ക്ലൈമറ്റ് ദിവാകരൻ നമ്മൾ ചതിച്ചെങ്കിലും അത്യാവശ്യം നല്ല രസമുണ്ട്. കടമക്കുടിയിൽ നിന്ന് തിരിച്ച് പെഴലിലെത്തി. നല്ലൊരു വൈകുന്നേരമായിരുന്നു. കുറേ നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു, ഫുഡൊക്കെ കഴിച്ചു, ഹാപ്പി. പിന്നെന്താണ്, ആകെ ഒരു കൺഫ്യൂഷനുള്ളത് നമ്മുടെ കടത്തിൻ്റെ ആയിരുന്നു. കാരണം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയും ഇതേപോലെ കടമക്കുടി റൈഡറിന് ഇട്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ 15 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആഴ്ച വന്നപ്പോൾ 20 രൂപയായി. കാറുകാരന് കഴിഞ്ഞ പ്രാവശ്യം ഒരു കാറുകാരനായിരുന്നു 50 രൂപ മേടിച്ചത്. ഈ പ്രാവശ്യം നമ്മൾ തിരിച്ചു വന്നപ്പോഴാണ് ഒരു കാർ സൈക്കിളുണ്ടായിരുന്നത്, അവരിൽ നിന്ന് 80 രൂപ മേടിച്ച്. അപ്പോൾ വീക്കെൻഡിലൊക്കെ അവർ തോന്നിയ പോലെയാണ് പൈസ എടുക്കണമെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ സ്ഥിരം വരാറില്ല. പണ്ട് കടമക്കുടിക്ക് വന്നുകൊണ്ടിരുന്ന വെച്ചത് വഞ്ചി വഴിയായിരുന്നു. എങ്കിലും നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ കടമക്കുടി നമുക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻ്റ് ആയിട്ട് ഇടുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ. ശംഭോ മഹാദേവ.